എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുള്ളത് സുജയ പറഞ്ഞു തുടങ്ങിയത് മുറുക്കി ഉടുക്കാൻ കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണോ സുജയ ധരിച്ചത്? അല്ല, കഴിഞ്ഞു ജനങ്ങൾ മുണ്ടുമുറുക്കി കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞത് നമ്മളുടെ സംസ്ഥാന സർക്കാരിലെ വിവിധ വകുപ്പുകളോട് ചെലവ് കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കണമെന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അങ്ങനെ ദയവീത് തെറ്റിദ്ധരിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇത് വായ്പയുടെ കാര്യത്തിൽ മാത്രമല്ല. കേരളത്തിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് 636 കോടി രൂപയാണ്. ഞാൻ കൃത്യമായി കണക്ക് പറയാം. ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ വിഹിതമായി കിട്ടേണ്ട, ആരോഗ്യവകുപ്പിൽ മാത്രം കിട്ടേണ്ട സാധാരണക്കാരായ രോഗികൾക്ക് പനി പിടിച്ചു പോയി മെഡിക്കൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതടക്കം NHMൻ്റെ കീഴിൽ കിട്ടേണ്ട 636.88 കോടി രൂപ എവിടെയാണ് സുജയ? അതിന് കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരും ധനമന്ത്രിയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായ കണക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. കൃത്യമായ കണക്കല്ല, അല്ല, ധനമന്ത്രി ആവശ്യപ്പെട്ട കുടിശ്ശികയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, കേന്ദ്രം തരുന്നില്ല. കണക്കുമല്ല. നോക്കൂ, ഇത് ഈ മാസം വരെ എലിജിബിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ളതാ. ശരാശരി 10 മാസം 12 മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഞാനതാണ് നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് റീസൺ ചോദിച്ചില്ലേ? റീസൺ ചോദിച്ചില്ലേന്നോ? എവിടെ ജീവിക്കരുത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ ഇത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല, ഞാൻ ചോദിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അതിന്റെ റീസൺ ചോദിച്ചതായി എനിക്കറിയില്ല. റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? സുജയുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സുജ മറുപടി പറയുന്ന പോലെയാ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉപമയൊന്ന് മാറ്റി വെക്കണം? സുജയോട് ചോദിക്കുന്ന ചോദ്യത്തിന് സുജയ്ക്ക് മറുപടി പറയാൻ അറിയാം. അല്ലെ, നോക്കൂ, ആ ഉപമ വേണ്ട. ചോദ്യം കേൾക്കൂ, ആ ഉപമ വേണ്ട. കേൾക്കൂ, ഇത് കേൾക്കൂ. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇത് കേൾക്കൂ എന്നുള്ളതാണ്. ഒരു കാര്യം കേൾക്കൂ സുജയ. ആദ്യം, എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് NHMന്റെ പേരിൽ കൊടുക്കാനുള്ള 636 കോടി രൂപ കൊടുക്കാത്തത്? അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സുജയല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ, കേരളത്തിലെ, ഞാൻ പറയട്ടെ, ഞാൻ അതിനു മുൻപ് ചോദിച്ചല്ലോ, കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നേടിയെടുക്കുന്നില്ല? മറുപടി നേടിയെടുത്തു. എന്താ മറുപടി നേടിയെടുക്കുന്നത്? ഇപ്പൊ തരും. ഇതാണ് കേന്ദ്രത്തിന്റെ മറുപടി. ഇപ്പൊ തരുമെന്ന മറുപടിയാണ്. നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും പൈസ കൊടുക്കാത്തത് കൊണ്ടോ കണക്ക് കൊടുക്കാത്തത് കൊണ്ടോ അല്ല. 3970 കോടി രൂപ കേരളത്തിന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം കേന്ദ്രത്തിന്റെ കുടിശ്ശികയെ ബാക്കി നിൽക്കുന്നു. ഏതൊക്കെ ഹെഡാണെന്ന് ഞാൻ കൃത്യമായിട്ട് വായിച്ചു തരാം. ഈ 636 കോടി രൂപ കൊടുക്കാത്തതിന്റെ കഥ എന്താണെന്നറിയോ? കണക്ക് കൊടുക്കാത്തതുകൊണ്ടല്ല, ബ്രാൻഡിങ്, അതാണ് വിഷയം. ലൈഫ് മിഷന്റെ പേരിൽ ബ്രാൻഡിങ്, അതാണ് വിഷയം. ആ പടം വയ്ക്കണം, ആ കക്കൂസിലും വീട്ടിലും പണം ഒട്ടിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ എന്ന് പറയുന്ന ബ്രാൻഡിങ്, അതാണ് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്കാക്കുന്നതിൽ ഒരു ഘടകം. നോക്കൂ, ഇത് മാത്രമല്ല, അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് 513 കോടി രൂപയാണ്. എല്ലാം പാസ്സായിരിക്കുക. എന്താ തരാത്തത്? ഹെൽത്ത് ഗ്രാൻഡ് 725 കോടി രൂപ തരാത്തത് എന്താ? ഇപ്പോൾ 100 കോടി നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് റിലീസ് ചെയ്തു. ബാക്കി എന്താ പൈസ തരാത്തത്? കേന്ദ്രത്തിന്റെ പൈസ ഇല്ലാഞ്ഞിട്ടാ? സമഗ്ര ശിക്ഷാ കേരളം 188. ഡോക്ടർ അരുൺ ഇങ്ങനെ ഇരുന്ന് വാചാടോപം കൊണ്ട് വാചാടോപമല്ല, ഞാൻ പറയുന്ന കണക്കാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന 1.5 വർഷം കിട്ടുന്നില്ല, പലതിലും കേന്ദ്രത്തിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ നിങ്ങൾ വിവേചനപരമായിട്ടാണ് സാമ്പത്തിക നീതി എന്നുള്ളതാണ് കേരളത്തിലും കർണാടകയിലും. നോക്കൂ സുജയ, കേരളത്തിന്റെ അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സാമ്പത്തികമല്ല, അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ കണക്ക് വായിക്കുന്നത്. പോഷൺ അഭിയാൻ 141 കോടി കണക്ക് കൊടുക്കാത്തോണ്ടാ. നാഷണൽ ഹെൽത്ത് മിഷൻ 636 കോടി കണക്ക് കൊടുക്കാത്തോണ്ടാ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുമ്പ് എല്ലാ കണക്ക് സെറ്റിൽ ചെയ്തതാ. 220 കോടി എവിടെ ബാക്കി? ഈ കണക്കുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നേ ചോദിക്കുന്നുള്ളൂ. ഇനി നമ്പർ 2 രണ്ടാമത്തെ കാര്യം, 12,560 കോടി കിഫ്ബിയുടെ വായ്പാ പരിധിയിൽ അടക്കം. നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ റിട്രോസ്പെക്റ്റീവായിട്ട് കിഫ്ബിയുടെ പേരിലോ പെൻഷൻ ഫണ്ടിൻ്റെ പേരിലോ ഏതെങ്കിലും ഓഫ് ബഡ്ജറ്റിൻ്റെ പേരിലോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പീനലൈസ് ചെയ്തിട്ടുണ്ടോ? കേരളമല്ലാതെ ഏത് സംസ്ഥാനമാണ് സുപ്രീം കോടതി വരെ പോവുകയും സുപ്രീം കോടതി പോയപ്പോഴും എന്താണ് സംഭവിച്ചത്? പോകുന്നത് എപ്പോഴാണ്? പീനലൈസ് ചെയ്യുമ്പോഴല്ലേ പോവാ? റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ഫാക്ട് എന്താണെന്ന് നോക്കൂ. സുപ്രീം കോടതിയിൽ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ മുൻകാല പ്രാബല്യത്തോടു കൂടി നിങ്ങൾ കടമെടുത്തത് കിഫ്ബിയുടെ പേരിൽ പെൻഷൻ ഫണ്ടിന്റെ പേരിൽ അതല്ല ഇനി മറ്റേതെങ്കിലും ഓഫ് ബഡ്ജറ്റിന്റെ പേരിൽ നിങ്ങൾ കടമെടുത്തത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കൂട്ടിയിട്ടുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. കേരളം ചെയ്തതുപോലെയുള്ള ഈ കടമെടുപ്പ് പരിധിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള നീക്കം കർണാടകയുടെയോ തമിഴ്നാടിന്റെയോ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായോ?
അപ്പോൾ നമുക്ക് കേരളം അല്ലല്ല കേരളം ചെയ്യാത്ത കാര്യവും തമിഴ്നാട് ചെയ്യാത്ത കാര്യവും കേരളം ഓഫ് ബഡ്ജറ്റ് ബോറോ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഞാൻ ചോദിക്കുന്നത് കേരളത്തിന് എന്തുകൊണ്ടാണ് കൃത്യമായി കണക്കുകൾ സമർപ്പിക്കാൻ പറ്റാത്തത്? മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ലല്ലോ. FRBM ആക്ടിന്റെ പരിധിയിലാണല്ലോ നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെങ്കിലും കടമെടുപ്പും തീരുമാനിക്കുന്നത്. കേന്ദ്രത്തിന് അത് ബാധകമല്ലേ? കേന്ദ്രത്തിന് അത് ബാധകമാണ്. കേന്ദ്രത്തിന്റെ കടമെടുപ്പ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് ഇത്ര ലക്ഷം കോടിയാണ്. ഇത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പകരം കേരളം എന്തുകൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ട കണക്കുകൾ ആ ഓരോ ഹെഡ്സിലും കൊടുക്കുന്നില്ല? അത് ധനമന്ത്രി എത്ര തവണ ചോദിച്ചു, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ ചോദിക്കുന്നത് ധനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞതല്ലേ? FRBM ആക്ട് കേന്ദ്രത്തിന് ബാധകമാണോ അല്ലയോ? ഞാൻ ചോദിച്ചല്ലോ. FRBM ആക്ടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചതിന് മറുപടിയില്ല. ധനമന്ത്രി ഇവിടെ വന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ അടക്കം പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്നും കണക്ക് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കണക്കാണ്. നോക്കൂ, ഹെൽത്ത് മിഷനിൽ കൊടുക്കാനുള്ള 636 എന്തുകൊണ്ട് കൊടുത്തില്ല? കണക്ക് കൊടുക്കാത്തോണ്ടാണോ? കണക്ക് മാത്രമല്ല, ഓരോന്നിനും അതിന്റേതായ നിർവഹണ രീതി ഉണ്ടാകും. ആ നിർവഹണ രീതി അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതെ അതെ, അതാണ് കാരണം. ഡിസൈഡ് ചെയ്യുന്നത്. Meet the editors.